ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പാവങ്ങളുടെ ചോക്കോ പൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ചോക്കോ പൈയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് മാഷ്മെല്ലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ 3 സെറ്റായിട്ട് നമ്മൾ 3 ഇതായിട്ട് വയ്ക്കുക. അപ്പോൾ പിന്നെ വേണ്ടുന്നത് ഒരു അരക്കപ്പ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് വേണമെന്നില്ല, അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ആ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വൈറ്റ് കോമ്പൗണ്ട് ഡബിൾ ബോയിൽ ചെയ്ത് തണുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലായിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ആദ്യത്തെ ആ പീസും ലാസ്റ്റ് പീസിൽ നമ്മൾ കോഫിയുടെ ആ മിക്സ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി സ്പ്രെഡ് ചെയ്യരുത്, ബിസ്ക്കറ്റ് പൊടിഞ്ഞു പോകും. കുറച്ച് മാത്രം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും ഫസ്റ്റും ലാസ്റ്റും നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാൻ എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് എടുത്തതാണ്. ഇനി നമ്മൾ ഓരോ പീസായിട്ട് എടുക്കുക. എന്നിട്ട് ആദ്യത്തെ ലെയറിൽ വൈറ്റ് കോമ്പൗണ്ട് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വൈറ്റ് കോമ്പൗണ്ട് ഇല്ലെങ്കിൽ മിൽക്കി ബാർ മെൽറ്റ് ചെയ്തിട്ട് ചെയ്താലും മതി. ഡബിൾ ബോയിലും മെത്തേഡിലും ചെയ്താലും മതി കോമ്പൗണ്ട് ഇല്ലെങ്കിൽ. ഞാൻ കോമ്പൗണ്ട് ഉള്ളത് കാരണം മെൽറ്റ് ചെയ്ത് അത് വെച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഓരോ സെറ്റിൻ്റെ അകത്തും ആദ്യത്തെ ലെയറായിട്ട് വൈറ്റ് കോമ്പൗണ്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. വലിയ പണിയൊന്നുമില്ല. ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ തന്നെ ആ ചോക്ലേറ്റ് നല്ല സെറ്റായി കിട്ടും. കണ്ടോ? ഇപ്പോൾ ഞാനിപ്പോൾ 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത്, ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 10ൻ്റെ പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ അതിൻ്റെ അകത്ത് ഉണ്ടാവും. 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ് മിൽക്ക്, പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ഫ്രഷ് ക്രീമും. പാവങ്ങളുടെ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഫ്രഷ് ക്രീമും ഇതൊക്കെ വരുന്നുണ്ട്. എങ്കിലും മാഷ്മെല്ലോ ഒന്നും ഇല്ലാതെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ബിസ്ക്കറ്റിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയറായിട്ട് നമ്മൾ ഈ മിക്സാണ് വെച്ച് കൊടുക്കുന്നത്. ഇതും നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് തന്നെ അത് നല്ലതുപോലെ സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ് മിൽക്ക്, 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമും. അപ്പോൾ അതും സെറ്റായി കിട്ടിയിട്ടുണ്ട്. 5 മിനിറ്റ് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ നമ്മുടെ വൈറ്റ് കോമ്പൗണ്ട് നേരത്തെ മെൽറ്റ് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടായി. അപ്പോൾ അതും മിൽക്ക് കോമ്പൗണ്ടാണ് ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫുൾ കവർ ചെയ്യുന്നത് മിൽക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടിൻ്റെയും മിക്സാണ് കേട്ടോ. അത് ഡബിൾ ബോയിൽ ചെയ്ത് വീണ്ടും എടുത്തിരിക്കുന്നതാണ്. ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ കളറില്ലേ, ആ ഡാർക്കായിട്ട് തന്നെ ഉണ്ടാവും. എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ മിൽക്ക് കോമ്പൗണ്ടിൻ്റെ ഒരു ഇതാണ്. പിന്നെ വൈറ്റ് കോമ്പൗണ്ട് ഉണ്ടായിരുന്ന കാരണം അതും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിങ്ങനെ അലൂമിനിയം ഫോയിൽ എടുക്കുക. നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ 5 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക. ഓരോന്നായിട്ട് നമുക്ക്
ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ മുകൾ ഭാഗത്ത് കോരി ഒഴിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി കാണിക്കല്ലേ. ഒരു ഫോർക്കിൻ്റെ മുകളിലേക്ക് വെക്കുന്നതിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമുക്ക് അധികമായിട്ട് വരുന്ന ആ ചോക്ലേറ്റിൻ്റെ ഇതുണ്ടല്ലോ അതങ്ങോട്ട് പൊക്കോളും. നമുക്കതിനെ പതിയെ അലൂമിനിയം ഫോയിലിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് നമ്മുടെ ലാസ്റ്റ് പീസാണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും, കാര്യം ചോക്ലേറ്റ് ആണല്ലോ. ഇപ്പം നിങ്ങൾക്ക് ഡാർക്ക് കോമ്പൗണ്ടാണ് ഇഷ്ടമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു ലെയറിൽ നമ്മൾ കണ്ടൻസ് മിൽക്കിൻ്റെ അതിന് പകരം ഈ മിൽക്ക് കോമ്പൗണ്ട് വയ്ക്കാം. എന്നിട്ട് ലാസ്റ്റ് കവറിങ് ഡാർക്ക് കോമ്പൗണ്ട് വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. പിന്നെ സൈഡിലുള്ളതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. കണ്ടല്ലോ. അപ്പം ഞാനിപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരിതായിട്ടൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ കത്തി കൊണ്ടോ അല്ലെങ്കിൽ കത്രിക കൊണ്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ പിള്ളേർക്കാണ്, ഗസ്റ്റിനൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ സൈഡ് അങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാത്തത്. അല്ലെങ്കിൽ ഒരു കത്രിക എടുത്തിട്ട് സൈഡെല്ലാം കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാം. കണ്ടോ? അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ നമ്മുടെ ചോക്കോ പൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കേ, താങ്ക് യു.